Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. മാമിന്റെ പേരെന്തായിരുന്നു മാം? എന്റെ പേര് ശ്രുതി. ഓക്കെ മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലായിരുന്നു മാം. മാം കഴിഞ്ഞ ക്ലാസ്സിന്റെ പ്രൊനൗണിന്റെ നോട്ട്സ് കിട്ടിയിട്ടില്ല. ആണോ? നമുക്കത് പ്രൊനൗൺ ഒന്നുകൂടെ നോക്കാം. അതിന് കണ്ടിന്യൂഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോ ക്ലാസ് ഇടുമ്പോ നോട്ടും കിട്ടും കേട്ടാ. ഓക്കെ മാം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മമ്മി പോയിട്ടുണ്ട്, പക്ഷെ മൊബൈലിൽ കൊണ്ടുപോയി മറന്നു പോയി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? അവിടുന്ന് ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ക്ലാസ്. അതെനിക്കറിയത്തില്ല. Okay, let's begin our class. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോണൗൺ ആണ് നോക്കിയല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണോ? കണ്ടിന്യൂഷൻ ഉണ്ട്. പ്രോണൗൺ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാ ഇതുവരെ എടുത്തേ? ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ വരെ എടുത്തേ? കമന്റ് ചെയ്യാവോ? റിപ്ലൈ തരാവോ? ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ വരെ എടുത്തേ? പ്രോണോണിൽ ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു പോണോ? കാരണം കണ്ടിന്യൂഷൻ ആണ്, പ്രോണോണിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോ കണ്ടിന്യൂ ചെയ്ത് പോണോ, അല്ലെങ്കിൽ പ്രോണോൺ ആദ്യം മുതലേ പറഞ്ഞു പോണോ? ഇൻട്രോഗേറ്റീവ് പ്രോണോൺ. ഓക്കെ, എന്താ ചെയ്യണ്ടേ? പ്രോണോൺ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ? ആദ്യം മുതൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം അല്ലെ? റിപ്പീറ്റ് ചെയ്യാലോ അപ്പോ? പ്രോണോൺ. ഓക്കെ ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രോണോൺ അല്ലെ? എന്താണ് പ്രോണോൺ? Pronoun is used as a substitute for noun to avoid the repetition of the noun. Of the noun. A pronoun ഇവിടെ a അല്ല, a ആണ്. അത് മിസ്റ്റേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് നോട്ട് തരും കേട്ടോ. ഓക്കെ, അപ്പൊ pronoun is used as a substitute for a noun to avoid the repetition of the noun. A pronoun is a word a word used instead of the noun. അല്ലെ? എന്താ ഒരു നൗണിന് പകരം അല്ലെ? ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് എന്താ? പ്രോണൗൺ അല്ലെ? എക്സാമ്പിൾ മീര, അതൊക്കെ അറിയാലോ. ഒരു പേരാണ് വരുന്നെങ്കിൽ അത് ഗേളോ ബോയോ ആരോ ആവട്ടെ, അപ്പോ അതിനനുസരിച്ച് പ്രോണൗൺ കൊടുക്കുക അല്ലെ? ഇപ്പൊ മീര എന്ന് പറഞ്ഞ ഗേൾ, അപ്പൊ എന്താ പ്രോണൗൺ എന്താ വരാ? ഷീ വരും അല്ലെ? ഇപ്പോ ഐ, ഷീ, ഹി, യു, വി, ദേ ഇതൊക്കെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോണൗൺ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എന്താ? 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? പേഴ്സണൽ പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ, റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ, ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആൻഡ് റിലേറ്റീവ് പ്രോണൗൺ അല്ലെ? ഇത് ഓരോന്നും നമുക്ക് കഴിഞ്ഞ ക്ലാസ് നോക്കിയതാ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പേഴ്സണൽ പ്രോണൗൺ എന്താ? പേഴ്സണൽ പ്രോണൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് ദ പേഴ്സൺ അല്ലെ? പേഴ്സണൽ പേര് അല്ലെ? പേഴ്സണൽ എന്ന് പറയുമ്പോൾ പേരിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ക്ലാസ്സിന് കുറച്ച് സ്പീഡ് കൂടും, കാരണം നമ്മൾ ഓൾറെഡി എടുത്തു പോയതാണ് അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡിൽ പറയാനോ? ഓക്കെ, ഓക്കെ ആണോ? സ്പീഡിൽ പറഞ്ഞോട്ടെ? ഓക്കെ ആണോ?
റിപ്ലൈ തരുമോ? ഓക്കെ. അപ്പൊ ഓക്കെ, എന്താ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്താ യൂസ്ഡ് ആസ് സബ്ജക്റ്റീവ്സ് ഇൻ ദ സെന്റൻസ് അല്ലെ. സബ്ജക്ട് ഏതാണോ സബ്ജക്ട് അതിനെയാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാ? ഐ, യു, ഷീ, ഹി, ഇറ്റ്, ബി, ദേ അല്ലെ. അതൊക്കെയാണ് സബ്ജക്റ്റിൽ വരാം. അതിനെ സിംഗുലറും പ്ലൂറലും നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. ഐയുടെ വി, യു ആണെങ്കിൽ യു തന്നെയാണ്. ഹി, ഷീ, ഇറ്റ് ഒക്കെ എന്താ ദേ ആയിട്ട് വരും. എക്സാമ്പിൾ നോക്കിയേ, ഹീസ് ക്ലവർ എന്താ ഹി ആണ് അല്ലെ, സബ്ജക്റ്റ് ആണ്. അപ്പോ ഹി ആണ് അവിടെ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ വരുന്നത്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ അവിടെ എന്താ ഷീ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോ എന്താ ഷീ ആണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. നെക്സ്റ്റ് എന്താ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ് അല്ലെ. അതെന്താ ഇവിടെ സബ്ജക്റ്റിനെയാണ് പറഞ്ഞെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് ഏതൊക്കെയാ വരാം? എന്തൊക്കെയാ? മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം അല്ലെ. അതൊക്കെയാണ് ഒബ്ജക്റ്റ്. അപ്പൊ എന്താ അതിന്റെ സിംഗുലർ നോക്കാം. മീ ആണെങ്കിൽ അസ് വരും പ്ലൂറലാണെങ്കിൽ അല്ലെ. യു തന്നെയാ. ഹിം, ഹെർ, ഇറ്റ് എന്താ ദം ആ വരാ അല്ലെ പ്ലൂറലിൽ വരുമ്പോ. എക്സാമ്പിൾ നോക്കി, ഷീ ഹെൽപ്ഡ് ദം. ഇവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റും ദം എന്ന് പറയുന്നത് എന്താ ഒബ്ജക്റ്റും ആണ്. അപ്പൊ ദം ആണ് ഒബ്ജക്റ്റ് അല്ലെ. ഡോണ്ട് ടെൽ ഹിം അവിടെ ഒബ്ജക്റ്റ് ആണ്, അവനോട് പറയരുത് പറയണ അല്ലെ. അപ്പൊ ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഹിം ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. ദെൻ ഏതാ? പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ ആണ്. അതെന്താ? യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ് ഓഫ് പൊസിഷൻ അല്ലെ. ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഏതാ? മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദെയർ അല്ലെ. എന്റെ എന്നൊക്കെ പറയേ അതൊക്കെ ഓണർഷിപ്പ് ആണ് അല്ലെ. അപ്പോ സിംഗുലർ പ്ലൂറൽ നോക്കിയേ, മൈ എന്ന് പറയുന്ന പ്ലൂറൽ വരുമ്പോ അവറാവും അല്ലെ. യുവർ തന്നെയാ. ഹിസ്, ഹെർ, ഇറ്റ്സ് എന്താ വരാ? ദെയർ ആ വരാ അല്ലെ. ഓക്കെ. എക്സാമ്പിൾ നോക്കിയേ, മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ അല്ലെ. അവിടെ എന്താ? എന്റെ ഫ്രണ്ട് എന്നാ പറയാ അല്ലെ. അപ്പോ മൈ ആണ് അവിടെ പൊസസീവ് ആയിട്ട് വരാം അല്ലെ. നെക്സ്റ്റ് എന്താ? വാഷ് യുവർ ഹാൻഡ്സ് അവിടെ എന്താ? യുവർ ഹാൻഡ്സ് ആണ് അല്ലെ. അവന്റെ നിന്റെ ഹാൻഡ്സ് എന്നാ പറയാ നിന്റെ. അപ്പൊ എന്താ അവിടെ യുവർ ആണ് പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ അല്ലെ. ഓക്കെ. ദെൻ നോക്കിയേ, ദിസ് ഇസ് മൈ ഹൗസ് അവിടെ മൈ ആണ് വരുന്നത്. ഓക്കെ. ദെൻ ഏത് നോണാ? പൊസസീവ് നോൺ ആണ് അല്ലെ. പൊസസീവ് noun എന്ന് പറഞ്ഞാൽ this noun is used to instead of nouns അല്ലെ. They are usually placed after the noun in sentence. Okay. എന്താ? പ്രൊനൗണിന് പകരമായി ഉപയോഗിക്കുന്ന നൗണിന് പകരമായി ഉപയോഗിക്കുന്നതിനാണ് എന്താ? പോസിറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. അതെന്താ? ഇൻസ്റ്റഡ് ആയിട്ട് ഇപ്പോ പ്ലേസ്ഡ് ആഫ്റ്റർ ദ നൗൺ, നൗണിന് ശേഷം മാത്രമേ ഇത് ഈ പോസിറ്റീവ് പ്രോണൗൺസ് ഒക്കെ വരുള്ളൂ. നെക്സ്റ്റ് നോക്കി ഏതൊക്കെയാ? മൈ, യുവർ, ഹി, ഹിസ്, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവേഴ്സ്, ദേഴ്സ് അല്ലെ. ഇതൊക്കെയാണ് പോസിറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ നോക്കി, ദിസ് കാർ ഇസ് മൈൻ അല്ലെ. ഓണർഷിപ്പ് അല്ലെ എന്റെ അല്ലെ. ഓണർഷിപ്പ് അല്ല അല്ലെ. അതെന്താ? നൗണിന് ശേഷം വരുന്ന പറഞ്ഞ അല്ലെ. ഇതില് ദിസ് കാർ ഇസ് മൈൻ എന്ന് പറയുമ്പോ നൗൺ ഏതാ? കാറാണ് അല്ലെ. കാറിന് ശേഷം വരുന്നതാണ് പോസിറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താ? മൈൻ ആണ് അവിടെ പോസിറ്റീവ് പ്രോണൗൺ. ദിസ് ഫ്ലാറ്റ് ഈസ് യുവേഴ്സ്. അപ്പൊ എന്താ? യുവേഴ്സ് ആണ് അല്ലെ. ഫ്ലാറ്റ് എന്ന് പറയുന്ന നൗൺ ആണ്. അപ്പൊ യുവേഴ്സ് ആണ് പോസിറ്റീവ് പ്രോണൗൺ ആയിട്ട് വരുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കാം, റിഫ്ലെക്സീവ് ഓർ എംപാത്തിക് പ്രോണൗൺ. These pronouns are used in the object position when the subject and the object of the sentence are the same. They are myself, yourself, himself, herself അല്ലെ. എന്താ? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കുന്നല്ലേ. These pronouns are used in the object position when the subject and object of the sentence are the same. സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആകുമ്പോൾ പൊസിഷനെ കാണിക്കുന്നതാണ് എന്താ? റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. നോക്കി സിംഗുലർ നോക്കി എന്നാ? മൈസെൽഫ് എന്ന് പറയാം, അവർ സെൽഫ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. യുവർ സെൽഫ് ആണ്. ഹിംസെൽഫ് ദംസെൽഫ് ആണ്. ഹെർസെൽഫ് ദംസെൽഫ് ആണ്. ഇറ്റ്സെൽഫ് ദംസെൽഫ് ആണ് അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. എക്സാമ്പിൾ നോക്കി, ഐ ഹേർട്ട് മൈസെൽഫ് അല്ലെ. എന്താ? ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്യുന്നല്ലേ. അപ്പോ മൈസെൽഫ് ആണ് അല്ലെ. അപ്പോ ഇതെന്താ? എംഫാറ്റിക് അല്ല, റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ് അല്ലെ. We hurt ourselves. അതുപോലെ you hurt yourself. I taught myself to play the guitar. Okay, clear. Next നോക്കി emphatic pronoun എന്ന് പറയുമ്പോൾ എന്താ? When we use pronouns to emphasize some action, they are called emphatic pronoun. ഒരു ആക്ഷൻ ഉണ്ടാവും അല്ലെ അവിടെ.
The emphatic pronouns have the same form as the reflexive pronoun. എന്താ ചിലപ്പോ രണ്ടും ഒരുമിച്ച് വരും എന്ന് വെച്ചാല് ഇപ്പൊ ഐ മൈസെൽഫ് കണ്ട രണ്ടും അടുത്തടുത്തല്ലേ വന്നേ അല്ലേ? അപ്പൊ ഐ മൈസെൽഫ് ടോൾഡ് ഹിം എന്ന് പറയുമ്പോൾ എന്താ എംഫാറ്റിക് ആണ്. ദേ ദംസെൽഫ് കണ്ട ദേ ദംസെൽഫ് ഡിഡ് ഇറ്റ് അല്ലെ? ആക്ഷൻ ഉണ്ടല്ലേ അവിടെ. ടോൾഡ് എന്ന് പറയുമ്പോൾ പറയുക എന്നൊക്കെയല്ലേ, ഡിഡ് എന്ന് പറയുമ്പോൾ ചെയ്യുക എന്നല്ലേ, അപ്പൊ ഇവിടെ ആക്ഷൻ ഉണ്ടല്ലേ. അപ്പൊ അതാണ് എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത്. Then she herself traveled back to the college. അവിടെ എന്താ ട്രാവലിംഗ് ഒരു ഇതാണല്ലേ, ആക്ഷൻ ആണ്. അപ്പോ അതൊരു എംഫാറ്റിക് പ്രോണൗൺ ആണ്. അത് മാത്രമല്ല ഷീയും ഹെർസെൽഫും രണ്ടും ഒരുമിച്ച് വന്നല്ലേ, ഒരുമിച്ച് സെയിം ടൈമിൽ വരുന്നുണ്ടല്ലേ. ഐ മൈസെൽഫ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്താ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഏതാ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. അതെന്താ? ദേ ആർ യൂസ്ഡ് ടു പോയിന്റ് ടു സംതിങ് ഓർ സംവൺ സ്പെസിഫിക് അല്ലെ? എന്തെങ്കിലും പോയിന്റ് ചെയ്ത് പറയുന്നതിനാണ് എന്താ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത് അല്ലെ? പോയിന്റ് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. എന്താ ദിസും ദാറ്റും അല്ലെ? അപ്പൊ ദിസിന്റെയും ദാറ്റിന്റെയും പ്ലൂറൽ നോക്കിയേ, ദീസ് ദോസ് അല്ലെ? ഇതെല്ലാം നമുക്ക് എന്താ ഒരു പോയിന്റ് ചെയ്ത് പറയണം അല്ലെ. ഒരാളെ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ, ദിസ് ഈസ് ഗുഡ് അംബ്രല. ഈ അംബ്രലയിൽ പോയിന്റ് ചെയ്താണ് നമുക്ക് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ ദിസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണെന്ന് പറയാം അല്ലെ. Then ഏതാ? ദീസ് ആർ പ്ലേയിങ്. അപ്പൊ അവിടെ എന്താ ദീസ് വന്നല്ലേ, അതും നമ്മൾ പോയിന്റ് ചെയ്തല്ലേ പറയുന്നേ അല്ലെ. അവിടെ എന്താ? അപ്പോ അതും ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. Then those games are difficult അല്ലെ. അപ്പൊ എന്താ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്, അതെന്തോ അവിടെ സംതിങ് ഓർ സംവൺ അല്ലെ, സ്പെസിഫിക് ആയിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. അതിൽ ഉപയോഗിക്കുന്നതാണ് ദിസും ദാറ്റും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. അതെന്താ? The pronoun which refers to person or things one at a time. ഒരു ടൈമിൽ തന്നെ പേഴ്സണെയോ തിങ്സിനെയോ പറയും അല്ലെ. For this reason they are always singular and such as they should be followed by singular verb. കാരണം ഇത് സിംഗുലർ ആയിരിക്കും, അത് ഫോളോ ചെയ്യുന്നത് സിംഗുലർ വെർബിനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെന്താ ഈച്ച് ഐദർ നൈദർ അല്ലെ. ഇതൊക്കെ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺസ് ആണ് അല്ലെ. എക്സാമ്പിൾ നോക്കാം. ഈച്ച് ഓഫ് us bought the book അല്ലെ. എന്താ ഓരോരുത്തരും അല്ലെ ബുക്ക് വാങ്ങിച്ചു എന്നല്ലേ പറയാ. അപ്പൊ എന്താ അവിടെ പേഴ്സൺസിനൊക്കെ പറയാം അല്ലെ. പേഴ്സണും വന്നിട്ടുണ്ട്, അവിടെ തിങ്സും വന്നിട്ടുണ്ട് അല്ലെ. ഒരു സെന്റൻസ് തന്നെ അറ്റ് എ ടൈം തിങ്സും പേഴ്സണും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, യു ക്യാൻ ഡ്രിങ്ക് ഐദർ ടീ ഓർ കോഫി അല്ലെ. ഇവിടെയും അതുപോലെ തന്നെ ഐദർ ടീ ഓർ കോഫി അല്ലെ. അതും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. നെക്സ്റ്റ് നോക്കി, neither of them is a good player. അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് indefinite pronoun. അതെന്താ? The pronoun which refers to persons or things in general. ജനറൽ ആയിട്ട് നമ്മൾ പേഴ്സൺസിനെയോ തിങ്സിനെയോ കുറിച്ച് പറയില്ലേ, അതിനെയാണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. They do not point out anyone or anything in particular. Particular ആയിട്ട് അത് ഒന്നിനെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് none, anybody, anything, everyone, somebody, nobody, everybody അല്ലെ. അതേപോലത്തെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇൻഡിഫിനൈറ്റ് പ്രോണൗൺസ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ. none of them is bad. എന്താ ആരെയും പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് പറയുന്നില്ല അല്ലെ. one must do one's duty. അതും പോയിന്റ് ഔട്ട് ചെയ്തില്ല, ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ ആരും പോയിന്റ് ഔട്ട് ചെയ്തില്ല അല്ലെ. some are born late. everyone practice for the dance. anything is impossible if you believe അല്ലെ. everything is going as planned. ഇതിലൊന്നും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല അല്ലെ. ജനറൽ ആയിട്ട് പറയുന്നു, ഒരു ജനറൽ ആയിട്ട് തിങ്സിനെയോ പേഴ്സണെയോ കുറിച്ചൊക്കെ പറയുന്നു അല്ലെ. അതാണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് റിപ്ലൈ തരൂ. സ്പീഡ് കൂടുന്നുണ്ടോ? എന്താ ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ?
No. Okay, let's continue. Next is the reciprocal pronoun. അല്ലെ, this pronoun is used when two or more people do the same thing. അല്ലെ, എന്താ ഒന്നോ രണ്ടോ അധികം ആൾക്കാര് ഒരു എന്താ ഒരേ കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. ഈ എക്സാമ്പിൾ ഏതാ, ഈച്ച് അതർ, വൺ അനദർ അല്ലെ, അതൊക്കെ പറയാം. കാരണം എന്താ ഒരു ടൈമില് കുറച്ച് ആളുകൾ രണ്ടോ മൂന്നോ പേരൊക്കെ ചെയ്യും അല്ലെ. അതാണ് റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, പീറ്റർ ആൻഡ് മേരി ഹെൽപ്പ് ഈച്ച് അതർ അല്ലെ, രണ്ടുപേരും ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയണത് അല്ലെ. അപ്പൊ എന്താ സെയിം തിങ് അല്ലെ, സെയിം ടൈമില് രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്തു അല്ലെ. ഓക്കെ, എക്സാമ്പിൾ നോക്കോ, they played against one another അല്ലെ. We know each other well. The two sisters loved each other. We should all love one another. Okay, clear. Next, interrogative pronoun അല്ലെ. They are also called WH pronouns. This pronoun is used to ask questions. Interrogative pronoun കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതൊരു ക്വസ്റ്റ്യൻ പ്രോണൗൺ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോണൗൺ ആണ് അല്ലെ. WH എന്ന് പറയാം. WH പെടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ററോഗേറ്റീവ് പ്രോണൗണിൽ പെടും അല്ലെ. വാട്ട്, വിച്ച്, ഹൂ അല്ലെ, ഇതൊക്കെ ഇന്ററോഗേറ്റീവ് പ്രോണൗൺസ് ആണ്. എക്സാമ്പിൾ നോക്കി, വാട്ട് ആർ യു ഡൂയിങ് അല്ലെ, ക്വസ്റ്റ്യൻ ആണ്. Who is this book? Who's this book? Which is the chauffeur to the college? Where do you live? അല്ലെ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്ററോഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, നമുക്കിപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നെക്സ്റ്റ് റിലേറ്റീവ് പ്രോണൗൺ. ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, relative pronouns are used to relate one part of the sentence to another. എന്താ ഫസ്റ്റ് പാർട്ട് റിലേറ്റ് ചെയ്താണ് സെക്കൻഡ് പാർട്ടിലേക്ക് പോകേണ്ടത്. അതാണ് റിലേറ്റീവ് പ്രോണൗൺ അല്ലെ. ഒരു റിലേഷൻ ഉണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അതാണ് റിലേറ്റീവ് പ്രോണൗൺ. അപ്പോ ആ റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് ദാറ്റ്, വിച്ച്, വേർ, വെൻ, വൈ, വാട്ട്, ഹൂം എക്സെട്ര അല്ലെ. അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അതുപോലെ ദിസ് പ്രോണൗൺ ഈസ് യൂസ്ഡ് ആഫ്റ്റർ ദ നൗൺ. അതെ, നൗണിന് ശേഷമായിരിക്കുമല്ലോ ഈ പ്രോണൗൺ യൂസ് ചെയ്യാം. ഓക്കെ, നോക്കാം. എക്സാമ്പിൾ നോക്കി, ഇപ്പോ ഹൂ, ഹൂം, ദാറ്റ് എന്നിവ എന്താ നമുക്കൊരു പീപ്പിളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെ. പീപ്പിൾസോ പേഴ്സണോ ആരെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൂമും ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കി, ദിസ് ഇസ് ദ ലേഡി ഹൂ ഹെൽപ്ഡ് മീ അല്ലെ. ഹൂ ഹെൽപ്ഡ് മീ എന്ന് പറയാം, ദാറ്റ് ഹെൽപ്ഡ് മീ എന്ന് പറയാം അല്ലെ. നമുക്കിപ്പോ ഇൻഫോർമൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള ഹൂ ഉപയോഗിക്കാം അല്ലെ. കുറച്ച് നമുക്ക് ഇൻഫോർമലി നമുക്കിപ്പോ നോട്ട്സോ അല്ലെങ്കിൽ ആ ടൈപ്പ് നമുക്ക് അവിടെ ഹൂ ഉപയോഗിക്കാം. ജസ്റ്റ് ക്യാഷ്, നമുക്ക് ക്യാഷ് ടോക്കിലാണെങ്കിൽ നമുക്ക് ദാറ്റ് ഒക്കെ ഉപയോഗിക്കാം അല്ലെ. അല്ലെ, സോറി, ഇൻഫോർമൽ അല്ല, ഫോമിൽ നമുക്കത് എന്താ ഹൂ ഉപയോഗിക്കാം. ഇൻഫോർമൽ ആണെങ്കിൽ നമുക്കത് ദാറ്റ് ഉപയോഗിക്കാം. അത് ക്യാഷ് ടോക്കോ അങ്ങനെയൊക്കെ വരുമ്പോൾ ദാറ്റ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എന്താ, ദിസ് ഇസ് ദ ലേഡി ഹൂ ദാറ്റ് ഹെൽപ് മീ. ഓക്കെ, these are the people who or that bought the house. അവിടെ നമുക്ക് who അല്ലെങ്കിൽ that ഉപയോഗിക്കാം. She is the girl whom I helped yesterday. Okay, എന്താ, അവളെയാണ് ഞാൻ സഹായിച്ചത് അല്ലെ. എന്താ, യെസ്റ്റർഡേ ഇന്നലെ അവളെയാണ് ഞാൻ സഹായിച്ചത്. അപ്പോ whom നമുക്ക് അവിടെ യൂസ് ചെയ്യാം, whom that യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോക്കിയേ, ദാറ്റ് ആൻഡ് ഹൂസ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ദാറ്റ് ആൻഡ് ദാറ്റും ഹൂസും അല്ലെ. അത് നമുക്ക് എന്തിനൊക്കെയാ, പേഴ്സൺ അല്ലെങ്കിൽ ഒരു അനിമൽ, തിങ്സ് എന്നിവയൊക്കെ നമുക്ക് ദാറ്റും ഹൂസും വെച്ച് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ നോക്കി, ദ ബഞ്ച് ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ് അല്ലെ. ബെഞ്ചിന്റെ കാലുകൾ ഒടിഞ്ഞു, അത് റിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ ഹൂസ് ലെഗ് എന്നും പറയാം, അതൊരു തിങ്ക് ആണ്, അതായത് നമ്മുടെ ഹൂസ് യൂസ് ചെയ്യാം അല്ലെ. പിന്നെന്താ, ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹൂസ് ഫാദർ ഈസ് എ ഡോക്ടർ. അതും പറയാം അല്ലെ, അവന്റെ ഫാദർ ഡോക്ടർ ആണ് അല്ലെ.
ഓക്കെ, ദ പെൻ ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. അവിടെ തിങ്ക് ആണ് വന്നിന്, അപ്പോ ദാറ്റ് പറയാം അല്ലെ. മനസ്സിലാവുന്നുണ്ടല്ലോ? കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രിക്കി രീതിയിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. ഇത് കഴിഞ്ഞിട്ട് നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡാറ്റയ്ക്ക് എവിടെ യൂസ് ചെയ്യണം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ പെട്ടെന്ന് അത് ക്യാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഡാറ്റ്. അനിമൽസിനെയും തിങ്സിനെയും നമുക്ക് വിച്ചും ഡാറ്റ് ഉപയോഗിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ ഗൂസും പറഞ്ഞു അല്ലേ, അനിമൽസിനെയും തിങ്സിനെയും ഡാറ്റ് ഗൂസ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എന്താ, അതും അനിമൽസിനെയും തിങ്സിനെയും വിച്ചും ഡാറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞു അല്ലെ. ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ നോക്കിയിട്ട് നോട്ട് തരുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് പഠിക്കാം. ഓക്കെ, അപ്പൊ അനിമൽസും തിങ്സും വരുമ്പോൾ വിച്ചും ഡാറ്റ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കി, ദിസ് ഇസ് ദ ഡോഗ് വിച്ച് ഓൾ ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. നമുക്ക് ഡോഗിനെ ആയതുകൊണ്ട് വിച്ചും ഡാറ്റ് ഉപയോഗിച്ച് പറയാം അല്ലെ. ഓക്കെ, ദിസ് ഇസ് ദ കേക്ക് വിച്ച് ഓൾ ദാറ്റ് ലിസിനി മേഡ്. അതും പറയാം, തിങ്ക് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിങ്ങനെ പറയുന്നത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ അതൊരു സെന്റൻസ് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് കാരണം ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാണല്ലേ അതൊക്കെ. അതിപ്പോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻ, അല്ലാണ്ട് ഈ കാര്യം കൂടെ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ അതിന് കിട്ടും. ഓക്കെ, നോക്കി വാട്ട് നമുക്ക് തിങ്സിനെ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു നോ. അവിടെ വാട്ട് യൂസ് ചെയ്യാം. ഓക്കെ, വാട്ട് സൈസ് ഷൂസ് ഡു യു ടേക്ക്. അതും ഒരു തിങ്ക് ആണ്, വാട്ട് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, നൗൺ പ്ലസ് ഡാഷ് പ്ലസ് വേർബ് അല്ലെ. അവിടെ എന്താ, ഹൂ ചേർക്കണമെന്നാ പറയാ. അപ്പൊ എന്താ, ദ മ്യൂസിഷ്യൻ ഡാഷ് റോട്ട് ദിസ് സോങ്. അപ്പൊ എന്താ, മ്യൂസിഷ്യൻ എന്ന് പറയുന്നത് എന്താ, നൗൺ ആണ് അല്ലെ. മ്യൂസിഷ്യൻ നൗൺ ആണ്. അപ്പൊ റോട്ട് എന്ന് പറയുന്നതോ വെർബാണ് അല്ലെ, ഒരു ക്രിയയാണ്. അപ്പൊ റോട്ട് വെർബാണ്. അപ്പൊ ഇതിന് നടുക്ക് എന്താ വരാ, സെൻട്രൽ എന്താ വരാ, ഹൂ വരണം അല്ലെ. അപ്പൊ മ്യൂസിഷ്യന് ശേഷവും വെർബിന് അതായത് റോട്ടിന് മുന്നിലും എന്താ, ഹൂ ആവണ്ടേ. ഫോർ മ്യൂസിഷ്യൻ ആൻഡ് ആഫ്റ്റർ റോട്ട് എന്താ വരാ, സോറി, ആഫ്റ്റർ മ്യൂസിഷ്യൻ ഓർ ബിഫോർ നോട്ട് എന്താ വരാ, ഹൂ വരണം. ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ആഫ്റ്റർ നൗൺ ആൻഡ് ബിഫോർ വെർബ് എന്ത് വരണം, ഹൂ വരണം. ക്ലിയർ? എക്സാമ്പിൾ, ദ വുമൺ ഡാഷ് കോൾഡ് യെസ്റ്റർഡേ മാച്ച് ടു ദ ഹൗസ്. അപ്പൊ എന്താ, കോൾഡ് എന്ന് പറയുന്നത് വെർബാണ് അല്ലെ, വുമൺ എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ സെൻട്രൽ ഹൂ വരണം. ഓക്കെ, ഈ ഫോം ഓർത്ത് വെക്കുക അല്ലെ, നൗൺ പ്ലസ് ഡാഷ് പ്ലസ് വെർബ്. അവിടെ എന്താ, ഹൂ വരും. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പൊ നൗൺ പേഴ്സൺ ആണെങ്കിൽ അതിന്റെ കൂടെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിന്റെ സെൻട്രൽ എന്ന് വരണം, ഹൂ തന്നെ വരണം. നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ആഫ്റ്റർ നോൺ പേഴ്സൺ ആണെങ്കിൽ ഇഫ് ദ നൗൺ ഈസ് പേഴ്സൺ, പിന്നെന്താ, ബിഫോർ ഓക്സിലറി വെർബ് എന്ത് വരണം, ഹൂ വരണം. ഇവിടെ നോക്കി എക്സാമ്പിൾ നോക്കി, ദ മാൻ എന്ന് പറഞ്ഞ പേഴ്സൺ ആണ് അല്ലെ. ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ആണ്. അപ്പൊ സെൻട്രൽ എന്താ വരാ, ഹൂ വരാ. ദ മാൻ ഹൂ ഈസ് സിംഗിങ് ഈസ് ദിവ്യാസ് ഫാദർ അല്ലെ. ആരാണ് പാട്ട് പാടുന്നത്, ദിവ്യയുടെ അച്ഛനാണ്. അപ്പൊ ആരാണെന്ന് സൂചിപ്പിക്കാൻ എന്താ, ഹൂ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ദ മാൻ ഹൂ ഈസ് സിംഗിങ് ഈസ് ദിവ്യാസ് ഫാദർ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ സെന്റൻസ് ഫുള്ള് കിട്ടുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ പറയണത് ദ മാൻ ഹൂ സിംഗ്സ്, ദ മാൻ ഹൂ ഈസ് സിംഗിങ് ഈസ് ദിവ്യാസ് ഫാദർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും അല്ലെ. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണേന്റെയാണ്. അപ്പൊ അത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് പിന്നീട് കുറച്ച് നോട്ട് കിട്ടി മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ നൗൺ പേഴ്സൺ ആണെങ്കിൽ പറഞ്ഞു, ഇപ്പൊ നൗൺ പേഴ്സൺ അല്ല എന്നിരിക്കാം, നൗൺ ഇസ് നോട്ട് എ പേഴ്സൺ. അപ്പോ അതിന്റെ വെർബ് അറിയാന്നിരിക്കാം. അപ്പൊ അതിന്റെ സെന്ററിൽ എന്താ വരാ, വിച്ച് ഓർ ദാറ്റ് യൂസ് ചെയ്യണ്ടേ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം, മനസ്സിലാവും. this is the picture was painted by Raja Ravivarma. അപ്പോൾ വെർബ് ഉണ്ടല്ലേ, വെർബ് എന്താ, പെയിന്റഡ് ആണല്ലേ, പെയിന്റിംഗ് ആണ്. അപ്പൊ അവിടെ എന്താ പറയാ, പിക്ചർ ദാറ്റാ പറയാം. കാരണം എന്താ, തിങ്ക് ആണിത് അല്ലെ. എന്താ, പിക്ചർ എന്ന് പറയുന്നത് ഒരു തിങ്ക് ആണ് അല്ലെ. അപ്പൊ എന്താ പറയാ, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമ്മുടെ യൂസ് ചെയ്യാം.
Next, Ramesh killed the snake. Mistaken day, day mistaken. Ramesh killed the snake. Ramesh killed the snake. Dash with his father. Alle. Upon the snake in the another person. Alle. Our animal. Animal. Alle. About an use here. Which one that use here? Bit in the barricade verb. Up in the which or that use here. Okay. Next, okay. Dash plus noun. The whose. And the noun Japan is a country. The Dutch citizens are very hard. About the citizen and the noun anale. Upon noun in the whose. Next example again. Do you know the boy? Out in the do you know the boy dash mother is a nurse? Mother in the noun anale. Upon the way whose data. Okay. ഈ ഫോംസ് എല്ലാം ഓർത്ത് വെക്കണേ. അടുത്ത നോക്കിയേ ഡാഷ് പ്ലസ് പ്രൊണോൺ. നൗൺ പഠിച്ചു. നൗൺ വരുമ്പോ എന്താ പറയാ ഹൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രൊണോൺ ആണെങ്കിലും ഹൂം വേണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ എന്താ എക്സാമ്പിൾ നോക്കിയേ ദ സ്റ്റുഡൻസ് ഡാഷ് ഐ ടീച്ച് ആർ വെരി ഇന്റലിജന്റ്. എന്താ ഹൂം വരാം അല്ലെ. ദ സ്റ്റുഡൻസ് ഹൂം ഐ ടീച്ച് ആർ വെരി ഇന്റലിജന്റ്. Okay, next one. Okay, he is the man whom I met in London. Next, tell me the name of the boy whom you want to marry. Clear? Karna, you എന്നൊക്കെ പറയുന്നത് pronoun ആണല്ലേ. അതുകൊണ്ട് അതിന്റെ മുന്നിലെന്താ whom ചേർക്കണം. Next, okay, noun plus preposition plus dash. അവിടെ ചേർക്കുക ഹൂം ചേർക്കുക. അതായത് നൗണിന്റെ കൂടെ പ്രൊപ്പോസിഷൻ വന്നാല് അതിന്റെ കൂടെ എന്താ ഹൂമാണ് ചേർക്കണ്ടേ. അപ്പൊ ഹൂം ഇപ്പൊ 2 പ്രാവശ്യം വന്നു. അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ അത് ടീച്ചർ ഫ്രം. ഇവിടെ എന്താ ടീച്ചർ എന്ന് പറയുന്നത് നൗണും ഫ്രം എന്ന് പറയുന്നത് പ്രൊപ്പോസിഷനുമാണ്. അപ്പൊ ദ ടീച്ചർ ഫ്രം എന്താ whom I studied English is the best teacher in India. ഓക്കെ, അപ്പൊ എന്താ ടീച്ചറും ഫ്രം എന്ന് പറയുന്നത് നൗണും പ്രൊപ്പോസിഷൻ ആയതുകൊണ്ട് അവിടെ ഹൂം വന്നു അല്ലെ. നെക്സ്റ്റ് നോക്കി ദാറ്റ് ഈസ് ദ ബോയ് വിത്ത് ഹൂം ഐ പ്ലേ ഫുട്ബോൾ. എന്താ ബോയ് വന്നു വിത്ത് വന്നു അല്ലെ. അപ്പൊ എന്താ ഹൂം ആഡ് ചെയ്യണ്ടേ. ഓക്കെ, അടുത്തത് നൗൺ ഇപ്പൊ പേഴ്സൺ അല്ല, ഒരു പ്രൊപ്പോസിഷനും പിന്നെ കൂടെ ആഡ് ചെയ്താൽ എന്താ വിച്ച് വന്നു അല്ലെ. ഇപ്പൊ ദ ബുക്ക് ഫ്രം. ദ ബുക്ക് എന്ന് പറയുന്ന തിങ് ആണ്, പേഴ്സൺ അല്ല അല്ലെ. അപ്പൊ ബുക്ക് എന്ന് പറയുന്ന തിങ്കും അതിന്റെ കൂടെ പ്രൊപ്പോസിഷൻ വന്നപ്പോൾ എന്താ ചേർക്കണ്ടേ വിച്ച് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ദ ബുക്ക് ഫ്രം വിച്ച് ഐ സ്റ്റഡീഡ് ദിസ് ഈസ് ദ ടാലന്റ് റാങ്ക് 5. അടുത്ത എക്സാമ്പിൾ നോക്കിയേ ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഗസ്റ്റ് ക്യാൻ റൈറ്റ് ദെയർ നെയിംസ്. നെക്സ്റ്റ് ദിസ് ഈസ് ദ ടൈം ബൈ വിച്ച് വി മസ്റ്റ് സ്റ്റോപ്പ് അല്ലെ. എന്താ ഇവിടെ നൗൺ പേഴ്സൺ അല്ല, അതിന്റെ കൂടെ പ്രൊപ്പോസിഷൻ വന്നു. അപ്പോൾ എന്താ വിച്ചാ ചേർക്കണ്ടേ. നെക്സ്റ്റ് അപ്പോ അടുത്ത നോക്കാട്ടോ. അടുത്ത എന്താ സബ്ജക്റ്റോ പേഴ്സണോ തിങ്കോ അനിമലോ എന്താണ് വരുന്നത് വെച്ചാലും അതിന്റെ കൂടെ എന്താ ദാറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ദ ഫുഡ് എന്ന് പറയുന്നത് തിങ്ക് ആണ്. അപ്പൊ എന്താ ദ ഫുഡ് ദാറ്റ് ഷീ കുക്ക്ഡ് യെസ്റ്റർഡേ. നെക്സ്റ്റ് നോക്കിയേ ദ ലാംബ്. അതൊരു അനിമൽ ആണ്. സോറി, അനിമൽ അതും തിങ്ക് ആണ്. ദ ലാംബ് that was in the room was broken. സബ്ജക്റ്റോ അനിമലോ തിങ്കോ എന്തോ വന്നാലും അതിന്റെ കൂടെ എന്താ ദാറ്റ് ആഡ് ചെയ്യണം. അതിനുശേഷം ഒന്നും ഇല്ലെങ്കിൽ. അപ്പോ എടുത്തത് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ നൗൺ ഏകദേശം കവർ ചെയ്തില്ല കഴിഞ്ഞു. ഡെഫിനിഷൻ ആയിട്ടുണ്ട്. അപ്പൊ എന്താ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോ നൗൺ മനസ്സിലായോ, പ്രോനൗൺ മനസ്സിലായോ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നോട്ട് തരും ഞാൻ. ക്ലാസ് കഴിയുമ്പോ നോട്ട് അവർ തരും. ഓക്കെ, ക്ലാസ്സിന്റെ കൂടെ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഡൗട്ട് ഉണ്ടോ? ആരൊന്നും മിണ്ടുന്നില്ല, കമന്റ് ചെയ്യും പ്ലീസ്. യെസ്, ഒരാൾക്ക് മാത്രമേ മനസ്സിലായോളോ?
ഇത് ക്ലിയർ ആയിട്ടേ അടുത്ത ടോപ്പിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതാ ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിലേക്ക് നമുക്ക് പോകാം. മനസ്സിലായി? എല്ലാവരും പറയൂ, ഒരുപാട് പേരുണ്ടല്ലോ ക്ലാസ്സില്. 1-2 പേര് മാത്രമേ ക്ലിയർ തന്നെ ഉള്ളൂ. ക്ലാസ് ബോറിംഗ് ആണോ? കൺഫ്യൂസിംഗ് ആണോ? ഓക്കെ, ക്ലിയർ. ആ നോട്ട് തരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കും. അത് നോട്ട് തരുമ്പോൾ അത് ക്ലിയർ ആവും. Okay, clear. Okay, class. Okay. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് അല്ല, നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ലാസ്റ്റ് വൺ പറയാം. ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞ സബ്ജക്ട് പേഴ്സൺ തിങ്ക് ഓർ അനിമൽ ആണോ? അതിന്റെ സബ്ജക്റ്റിന് ഇപ്പോ ഒരു സെന്റൻസില് സബ്ജക്റ്റോ പേഴ്സണോ തിങ്കോ അല്ലെങ്കിൽ അനിമലോ വന്നാല് അതിന്റെ കൂടെ ഇപ്പൊ പ്രൊപ്പോസിഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താ ആഡ് ചെയ്യാ? ദാറ്റ് ആഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നോക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. പ്രോണോൺ എന്താണെന്നും നമുക്ക് ഒരു ഐഡിയ തന്നെ കിട്ടും. നമുക്കത് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ. രാമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. ഇവിടെ എന്താ വരാ? ആൻസർ ഒന്ന് പറയണേ എല്ലാവരും. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. എന്താ പറയാ? രാമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. എന്താ? ഐ ആണോ, മീ ആണോ, മൈൻ ആണോ, അവർ ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. മീ ആണോ? മീ ആണോ? അതെ, ഐ ആണ് കേട്ടോ, മീ അല്ല, ഐ ആണ് അല്ലേ? അയ്യാ വരുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. I blame dash for any errors on this website. എന്താ പറയാ? Myself, correct ആണ്. Okay, I blame myself for any errors on this website. അല്ലേ? Myself ആവാം. Correct ആണ്. Next നോക്കാം. My uncle invited my brother and dash to dinner. എന്താ? My brother and me. Yeah, correct ആണ്. My brother and me എന്നേ പറയുള്ളൂ അല്ലേ? Okay. Next okay. The machine will turn off by എന്താ പറയാ? The machine will turn off by itself. Yeah, correct answer. Itself ആണ്. കാരണം the machine think ആണ്. അപ്പൊ നമുക്ക് it ആണ് യൂസ് ചെയ്യാ അല്ലെ? Itself ആണ്. Okay, Shobha hurt herself is ഏതിനാണ്? Fifth question. Okay, fifth question again. Shobha hurt herself is ഏതിനാണ്? emphatic ആണോ, reflexive ആണോ? Shobha hurt herself. കുറച്ചുപേര് എ പറയുന്നുണ്ട്, കുറച്ചുപേര് ബി പറയുന്നുണ്ട്. ഏതാണ് കറക്റ്റ്? ഏതാണ്? emphatic ആണോ, റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ലേ? റിഫ്ലെക്സീവ് ആണ്. അതെന്തുകൊണ്ടാ? ശോഭ ഹേർട്ട് ഹെർസെൽഫ് എന്നാ പറയാ. അല്ലാണ്ട് എന്താ ഷീ ഹെർസെൽഫ് എന്ന് പറയുന്ന മനില്ല, ഒരു ആക്ഷൻ മനില്ല അവിടെ അല്ലെ? ഇതിൽ ആക്ഷൻ ഉണ്ടോ വേർഡില്? ശോഭ ഹേർട്ട് ഹെർസെൽഫ് ആണ്. ആക്ഷൻ ഉണ്ടോ? ആക്ഷൻ ഇല്ല അല്ലെ? ആക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എംഫാറ്റിക് ആന്ന് പറയാവൂ അല്ലെ? അപ്പൊ എന്താ? അത് റിഫ്ലെക്സീവ് ആണ്. നെക്സ്റ്റ് നോക്കി. പോൾ ലിവ്സ് ഡാഷ് ഇൻ കാനഡ. സിമ്പിൾ അല്ലേ? somewhere. Correct. Somewhere ആണ് ആൻസർ. Next. Dash came here yesterday. Dash came here yesterday. എന്താ? Which, whose, who, what?
Who ആണ് correct ആണ് who ആണ്. Next നോക്കിയേ. Dash is my favorite teddy bear. This is my favorite teddy bear. അല്ലേ? Yeah, correct. This ആണ്. You can next ninth question. Okay. You can take dash of these two shirt. ഏതാ വരാ? Each, either, no one, none of these, each. B. Each അല്ല, either ആണ്. ഈച്ചിന് മീനിങ് എന്താ? ഓരോന്നല്ലേ പറയാ. നമുക്ക് അവിടെ എന്താ വേണ്ടേ? ഒന്നുകിൽ എന്നാ വേണ്ടേ? ഐദർ മീൻസ് എന്താ? ഒന്നുകിൽ എന്നാണ് അല്ലെ? അതെന്താ? യു ക്യാൻ ടേക്ക് ഏതെങ്കിലും ഒന്ന് അല്ലെ? യു ക്യാൻ ടേക്ക് ഐദർ ഓഫ് ദീസ് ടു ഷർട്ട്. ഈ രണ്ടില് ഏതെങ്കിലും ഒന്ന് എടുക്കാന്നാ പറയണേ അല്ലെ? അപ്പൊ ഐദർ ആണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. Tom is wearing a belt. That dash belt is brown. His, yeah, correct. Next, the doctor from dash. We got the preposition is mistaken it out. Preposition alla, prescription ആണ്. Okay, അത് clear ചെയ്തരാവേ. Prescription ആണ്. അപ്പൊ എന്താ? The doctor from dash we got. അതെന്താ വരാ? അവിടെ noun ഉണ്ട്, preposition ഉണ്ട്. അപ്പൊ ഏതാ വരാ? whom ആ വരാ. Okay, clear. Next. Everybody knows dash favor he enjoy. Dash favor he enjoy. The answer കുറഞ്ഞ് ആരോഗ്യമില്ല. Whose ആണ്? Whose ആണ് correct? That അല്ല, whose ആണ്. Whose അല്ലേ? എന്തുകൊണ്ടാണ് അവിടെ whose വന്നതെന്ന് അറിയോ? whose എന്തിലൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞേ? noun അല്ലേ? nounന് മുന്നേ വരുമ്പോ എന്താ? whose ആണ്. അപ്പൊ തെറ്റാണ്. ഡൗട്ട് ഉണ്ടോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. We always like boys dash speak the truth. എന്താ പറയാ? ട്രൂത്ത് ഏതാ വരാ? who ആ വരാ? അയ്യോ, ഇതില് ഓപ്ഷൻ ഇല്ല അല്ലേ? സോറി കേട്ടോ. We always like boys dash speak the truth. who ആ വരാ ട്ടാ. ഓക്കെ, who ഓപ്ഷൻ ഉണ്ട് താഴെ, ഞാൻ കാണിച്ചില്ല, സോറി. who ആണേ. നെക്സ്റ്റ് നോക്കിയേ. He's a man dash you can trust. He's a man dash you can trust. എന്താ പറയാ? noun ഉണ്ട് അവിടെ, പിന്നെന്താ? pronoun ഉണ്ട് അല്ലെ? noun pronoun ഉണ്ട്. അപ്പൊ എന്താ? whom ആ വരാ അല്ലേ? whom ആണ്, pronoun ഉണ്ട്. pronounന് മുന്നിൽ എന്താ വരാ? അവിടെ എന്താ? you എന്ന് പറഞ്ഞ pronoun അല്ലേ? അപ്പൊ pronoun മുന്നിൽ എന്താ വരാ? whom ആണ് വരാ. Okay. Next, the puppy dash I rescued was a black one. Which അല്ലേ? correct. Which ആണ്? Next, the bench dash legs are broken must be repaired. 6th question നോക്കി. 16th question നോക്കി. The bench dash legs are broken must be repaired. Whose അല്ലേ? whose ആണ്. അടുത്ത നോക്കിയേ. 17th one. Dash are you working for now?
17th question നോക്കി. What are you? Yeah, correct. What are you working for now? അല്ലേ? Next നോക്കി. This is the place dash I live. ഒരു place ആ വരുന്നത്. അപ്പൊ this is the place dash I live. Where ആണ്? Correct. Where ആണ്? This is the place where I live. അല്ലേ? Next 19. Here is a book that contains picture. Think ആണ് അതിരിക്കുന്നത്. Which അതെ which contains picture അല്ലേ? Next okay, we saw the dog dash worried the cat. അവിടെ എന്താ ഒരു ആനിമൽ ആണ്. വിച്ചും ദാറ്റ് യൂസ് ചെയ്യാന്നാ പറഞ്ഞോളൂ. വിച്ച് ഇല്ല. അപ്പോ ദാറ്റ്. We saw the dog that worried the cat. Okay. ഹിപ്പോ എങ്ങനെയുണ്ട് പ്രോണൗൺ? ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തപ്പോ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തപ്പോ എന്താ പ്രോണൗൺ ക്ലിയർ ആയോ? പറയൂ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആയില്ലേ? ഓൾമോസ്റ്റ് ക്ലിയർ. നോ ഡൗട്ട്. ക്ലിയർ ആയില്ല എന്ന് പറയുമ്പോൾ ഈ നോട്ട് കിട്ടിയിട്ട് ഒന്നുകൂടെ നോക്കി ഒന്ന് പഠിക്കാൻ മീൻസ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ഒന്നുകൂടെ പറഞ്ഞല്ലോ പ്രോണോണൊക്കെ. ജസ്റ്റ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. ഇതിപ്പോ ഗ്രാമർ അല്ല പഠിക്കുക. അപ്പോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാഷ്വലൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ല. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ. കുറച്ചുകൂടെ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. ബൈഹാർട്ട് ചെയ്യാതെ ബൈഹാർട്ട് ചെയ്യേണ്ടത് ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ കുറച്ച്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം നമുക്ക്. എക്സാം എത്ര മാർക്കിനും അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അറിയില്ലേ? നമുക്ക് അഡ്ജക്റ്റീവ് ആണേ. നെക്സ്റ്റ് ടോപ്പിക് എടുക്കണേ. അഡ്ജക്റ്റീവ് അല്ല, വേർബ്സ്. നമുക്കിപ്പോ അഡ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാരണം അത് കംപ്ലീറ്റ് ആവാൻ ചാൻസ് കുറവാണ്. ടൈം കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ കണ്ടിന്യൂഷൻ വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ വരും. എന്താ എടുത്ത് പോണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതിയോ? ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് നോക്കിയാൽ മതിയോ? പറഞ്ഞു പോണോ? പറഞ്ഞു പോട്ടെ എന്നാലേ. ഓക്കെ. അഡ്ജക്റ്റീവ് നോക്കാം. An adjective is a word that modifies or describes a noun or pronoun. It can be used to describe the qualities of someone or something. എന്താ അഡ്ജക്റ്റീവ് എന്തിനാ നമുക്ക് യൂസ് ചെയ്യാം? കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെ? കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാം ആ സെന്റൻസിനെ അല്ലെ? അങ്ങനെ മോഡിഫൈ ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? അത് ഓക്കെ. അത് നൗണിനെയും പ്രോണൗണിനെയും നമുക്ക് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യും. ഓക്കെ. എക്സാമ്പിൾ നോക്കിയേ. മീര ഈസ് എ സ്മാർട്ട് ഗേൾ അല്ലെ? മീര ഈസ് എ ഗേൾ എന്ന് പറയാം. പക്ഷെ എന്താ അവളെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് അല്ലെ? കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെ? എന്ത് ഗേളാ? സ്മാർട്ട് ഗേൾ ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താ സ്മാർട്ട് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ് അല്ലെ? അപ്പൊ ഇതാ ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ. ഇവിടെ മാരീഡ് അല്ല കേട്ടോ, അമേരിക്കൻ ആണ്. അണ്ടർലൈൻ ചെയ്തൊക്കെ തെറ്റാണ്. സെന്റൻസ് അടക്കണം, പക്ഷെ അണ്ടർലൈൻ ചെയ്തൊക്കെ തെറ്റാണ്. ഓക്കെ. ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ. ഇതെന്താ? അമേരിക്കൻ വുമണിനെയാണ് കല്യാണം കഴിച്ചത് അല്ലെ? അപ്പൊ അമേരിക്കൻ എന്ന് പറയുന്നത് എന്താ? ഒരു മോഡിഫൈ ആണല്ലേ? അപ്പൊ എന്താ? അതും അഡ്ജക്റ്റീവ് ആണ് അല്ലെ? ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട്. എന്താ? പ്ലാസ്റ്റിക് ബോട്ട് അല്ലെ? വേണമെങ്കിൽ ബോട്ട് എന്ന് മാത്രം പറയാം അല്ലെ? അപ്പൊ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് ബോട്ട് ആണ് അല്ലെ? അപ്പൊ എന്താ? ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട് എന്ന് പറയുമ്പോൾ എന്താ? പ്ലാസ്റ്റിക് ആണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്
Okay. Next, types of adjectives അല്ലേ, ഒരു 8 types of adjectives ഉണ്ട്. അത് ഏതൊക്കെയാണെങ്കിൽ പ്രോപ്പർ അഡ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയാം അല്ലെ അതിനെ. ഓക്കെ, അപ്പൊ എന്താ ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. നെക്സ്റ്റ് ഏതാ ന്യൂമറൽ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, then possessive adjective, interrogative adjective, distributive adjective. ഇത്രയും അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഓരോന്നും നമുക്ക് നോക്കാം. എന്താ പ്രോപ്പർ അഡ്ജക്റ്റീവ് നോക്കിയേ. Proper adjective is a word that modifies nouns and pronouns and is formed from a proper noun. Proper adjectives such as names of people, place or organizations. എന്താ ഇന്ത്യൻ, അമേരിക്കൻ, ഷേക്സ്പീരിയൻ, എലിസബത്തൻ, ഇതൊക്കെ നമുക്ക് പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. പ്രോപ്പർ നൗൺ പഠിച്ചില്ലേ, പ്രോപ്പർ നൗൺ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്. എന്നുവെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ നോക്കി, ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണല്ലേ, അപ്പോ അതിന്റെ പ്രോപ്പർ അഡ്ജക്റ്റീവോ ഇന്ത്യൻ എന്ന് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. എന്താ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്താന്ന് മനസ്സിലായില്ലേ? ഓക്കെ, എക്സാമ്പിൾ നോക്കി, സഞ്ജു ഈസ് ആൻ ഇന്ത്യൻ പ്ലെയർ. ഇവിടെ എന്താ ഇന്ത്യൻ അല്ലെ, ഇന്ത്യൻ യൂസ് ചെയ്യാം അല്ലെ, അപ്പൊ ഇവിടെ എന്താ പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. ഐ ലവ് അമേരിക്കൻ ഫുഡ്. അപ്പൊ എന്താ അമേരിക്കൻ അല്ലെ, അതാണ് അവിടെ പ്രോപ്പർ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. വി സോ എ ഷേക്സ്പീരിയൻ ഡ്രാമ. ഷേക്സ്പീരിയൻ എന്ന് പറയുന്നത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞില്ല, അതൊരു പേരല്ലേ, അപ്പോ അതിൽ നിന്ന് വന്നാണ് ഈ ഷേക്സ്പീരിയൻ എന്ന് പറയുന്ന വേർഡ് അല്ലെ. അപ്പൊ എന്താ ഷേക്സ്പീരിയൻ എന്ന് പറയുന്നത് പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, descriptive adjective. Descriptive adjective that modifies a noun or pronoun by describing or expressing its quality. Like quality expresso or describe ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്യുന്നതാണ് descriptive adjective എന്ന് പറയുന്നത് അല്ലെ. This adjective is also called a qualitative adjective. നമുക്ക് qualitative adjective എന്ന് പറയാം അല്ലെ. It is more information about things. അല്ല, മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. A ആണ്, വെറും A ആണ്. A descriptive words can be a color, size, shape, texture or number ആയിട്ട് വരും. എക്സാമ്പിൾ നോക്കി, angry, blue, careful, dry, eager, hot, big, fast, great. അല്ലെ, നമുക്ക് ഈ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതിൽ കുറച്ച് ടൈപ്സ് എന്നാണ് ഇപ്പൊ നമുക്ക് പഠിക്കണത്. ഓക്കെ, അഡ്ജക്റ്റീവ്സ് എല്ലാം മോഡിഫൈ യൂസ് ചെയ്യുന്ന ഒന്നാണ്, മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഒരു മോഡിഫൈ ചെയ്യാനുള്ളതാണ്. അത് കുറച്ചുകൂടെ എന്താ ഇൻഫർമേഷൻ കൊടുക്കും തിങ്സിനെ കുറിച്ചുള്ളത്. എക്സാമ്പിൾ നോക്ക്, ടോം ട്രൈ ടു ക്ലൈംബ് ദ ടോൾ ട്രീ അല്ലെ. ഇപ്പൊ ജസ്റ്റ് നമുക്ക് പറയാം ടോം ട്രൈ ടു ക്ലൈംബ് ദ ട്രീ എന്ന് പറയാം അല്ലെ, ഒരു മരത്തിൽ കയറി എന്ന് പറയാം. അപ്പൊ എന്താ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ, അപ്പൊ എന്താ ടോൾ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കൊരു ആ ഒരു തിങ്ങിനെ കുറിച്ച് നമുക്കൊരു കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടി. എന്താ ഒരു വലിയ മരമാണ് അല്ലെ, ഉയരം കൂടിയ മരമാണ്. ഒന്ന് മനസ്സിലായി, വെറും മരമല്ല, ഉയരം കൂടിയ മരമാണ്. അപ്പൊ കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടി അല്ലെ. അപ്പൊ അതാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. അടുത്ത എക്സാമ്പിൾ നോക്കി, ഇറ്റലി ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി അല്ലെ. അതൊരു കൺട്രി ആണെന്ന് അറിയാം, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയി അല്ലെ, ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. റോഹൻ ഈസ് ക്ലവർ സ്റ്റുഡന്റ്. ക്ലവർ ആണ് അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് അല്ലെ. സ്റ്റുഡന്റ് അവനെ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെ, എക്സ്പ്രസ് ചെയ്തവന്റെ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവന് ക്ലവർ ആണെന്ന് മനസ്സിലാവും അല്ലെ. ജസ്റ്റ് സ്റ്റുഡന്റ് അല്ല, ക്ലവർ സ്റ്റുഡന്റ് ആണ്. നെക്സ്റ്റ്, they have got a very nice house. നൈസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. This is an blue umbrella അല്ലെ, വെറും അംബ്രല്ല അല്ല, ബ്ലൂ അംബ്രല്ല, കളറിനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ കളറിനെ എന്താ കളർ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവില് പെടുത്താം അല്ലെ. ദിസ് ഈസ് എ റൗണ്ട് ടേബിൾ. എന്താ വെറും ടേബിൾ അല്ല അല്ലെ, റൗണ്ട് ടേബിൾ ആണ്. അപ്പൊ ഷേപ്പ് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്.
Quantitative adjectives are the adjectives that modify a noun by indicating any number or any quantity of countable or uncountable nouns. Okay, in the number, in the quantitative adjective indicate the numbers, numbers, quantity. Quantity the numbers, quantity, indicate countable, uncountable. Okay, which means quantity of something, but sometimes they do not number also. Because number count example one, two few uncountable. Quantity number correct exact number quantity few. Okay, several, many, all, every, the quantity പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ quantitative adjective ആണ്. അപ്പൊ എക്സാമ്പിൾ നോക്കി, I have several friends come here. Several അല്ലെ, അപ്പോൾ ക്വാണ്ടിറ്റി പറയുന്നത് കുറച്ച് ആൾക്കാർ വരുന്നല്ലേ, കുറച്ച് ഫ്രണ്ട്സ് വരുന്ന പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത് കറക്റ്റ് ആണെന്നില്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ അതെല്ലാം quantitative adjective ആണ്. She ate all chocolates അല്ലെ, എല്ലാ ചോക്ലേറ്റ്സും നമ്മൾ കഴിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതിലും ക്വാണ്ടിറ്റി ഉണ്ട്. Do you have any questions? Any എന്ന് പറയുന്നതും ക്വാണ്ടിറ്റിയിൽ പെടും. We had a lot of fun. A lot എന്നൊക്കെ പറയുന്നതും ക്വാണ്ടിറ്റിയിൽ പെടുന്നതാണ്. He called twice. Twice യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 2 തവണ എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ അത് കറക്റ്റ് എക്സാക്ട് നമ്പറും പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ, he called twice എന്ന് പറയുമ്പോൾ അതും ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. I have told you many times. Many എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ്സ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റി ഓരോ അഡ്ജക്റ്റീവ്സിനും കുറച്ച് വേർഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ആ വേർഡ്സ് എല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പോ സെന്റൻസിൽ വരുമ്പോൾ അത് ഏത് അഡ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും മനസ്സിലാവും. ഓക്കെ, ന്യൂമറൽ അഡ്ജക്റ്റീവ്. ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമ്പേഴ്സ് അല്ലേ, ന്യൂമറൽ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ആണ് അല്ലെ. ന്യൂ മോഡൽ അല്ലേ, ന്യൂമറൽ ആണ്, മിസ്റ്റേക്ക് ഉണ്ട്, ക്ലിയർ ചെയ്തത്. ന്യൂമറൽ അഡ്ജക്റ്റീവ് ഈസ് ദ അഡ്ജക്റ്റീവ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഷോ ദ നമ്പർ ഓഫ് നൗൺസ്. മനസ്സിലായാലോ, നമ്പർ ഓഫ് നൗൺസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. ദിസ് അഡ്ജക്റ്റീവ്സ് ഈസ് ഓൾസോ കോമൺലി കോൾഡ് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പേഴ്സ്. There are 3 types of numeral adjectives ഉണ്ട്. ഏതൊക്കെയാണ്? Definite numeral adjective, indefinite numeral adjective, distributive numeral adjective. Okay, എണ്ണാൻ പറ്റുന്നതാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ 3 ടൈപ്സ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. എന്താ? Definite numeral adjectives. These denotes an accept അല്ല, exact number ആണ്. മിസ്റ്റേക്ക് ഉണ്ട്, എഴുതി തരാം കേട്ടോ. Exact number as 1, 2, 3 അല്ലെ, 1, 2, 3 exact numbers അല്ലെ. അപ്പൊ അതിനെന്താ? കാർഡിനൽസ് നമുക്ക് പറയാം. ഓക്കെ, കാർഡിനൽസ്. Tina has 5 rabbits. Exact number പറഞ്ഞു അല്ലെ, 5 റാബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാർഡിനൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി ഫസ്റ്റ്. അതിപ്പോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയാം, അത് ഓർഡിനൽസ് ആണ്. അതും ഡിഫിനൈറ്റ് ന്യൂമറൽ ആണെന്ന് പറയാം. അപ്പൊ 1, 2, 3 എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് ഡിഫിനൈറ്റ് ആണ്. Okay, she will go back to school on 2nd week of September എന്ന് പറയുന്നത് ഡിഫിനൈറ്റ് ആണ്. അത് ന്യൂമറൽ അഡ്ജക്റ്റീവിൽ പെടുന്ന ആൾക്ക് ഇതൊക്കെ. അടുത്ത നോക്കി, ഇൻഡിഫിനൈറ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ്. The most common indefinite adjectives are any, each, few, many, most, much, several and some. Okay, വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കാം. എന്തൊക്കെയാ? Any, each, few, many, most, much, several and some. ഇതൊക്കെ എന്തൊക്കെയാ? ഇൻഡിഫിനൈറ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സിൽ വരും. ഓക്കെ, there are several people in the room. ഓക്കെ, നെക്സ്റ്റ് ഏതാ? many people attended the class. many വന്നല്ലേ, അതൊക്കെ ന്യൂമറൽ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ന്യൂമറൽ അഡ്ജക്റ്റീവ് നോക്കിയേ. These are used to refer to individual nouns within the whole amount. The most common adjectives are each, either and neither. ഇവിടെ യൂസ് ചെയ്യുന്നത് each, either and neither ആണ് ഇവിടെ വരിക അല്ലെ. എന്താ? ഇൻഡിവിജ്വൽ നൗൺസ് ആണത്. ന്യൂമറൽ അഡ്ജക്റ്റീവ് മനസ്സിലായില്ലേ? ന്യൂമറൽ അഡ്ജക്റ്റീവിന്റെ 3 ടൈപ്സ് ആണ്. ഡിഫിനൈറ്റ് അഡ്ജക്റ്റീവും, ഇൻഡിഫിനൈറ്റ് ന്യൂമറലും, ഡിസ്ട്രിബ്യൂട്ടീവ് ന്യൂമറലും.
ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം അതിന്റെ ഇപ്പൊ ന്യൂമറൽ തന്നെയുള്ള ഡിഫറെന്റ് ടൈപ്സ് അല്ലെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡിഫറെന്റ് എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3 ഒക്കെ ഡിഫറെന്റിൽ പെടും. ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയില്ല നമ്മ, അതൊക്കെ ഡിഫറെന്റിൽ വരുന്നതാണ്. ഇൻഡിഫിനൈറ്റിൽ വരുന്നതോ മെനി, സം, ഫ്യൂ എന്നൊക്കെ പറയില്ലേ, ഈച്ച്, മോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, മെനി ഒക്കെ പറയില്ലേ, അതൊക്കെ ഇൻഡിഫിനൈറ്റിലാണ് വരാ. ഡിസ്ട്രിബ്യൂട്ടിൽ എന്താ വരാ, ഈച്ച്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈച്ച്, ഐദർ ആൻഡ് നൈദർ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടിൽ വരാം. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ആ വേർഡുകൾ മാത്രം തന്നെ ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഈച്ച്, ഐദർ, നൈദർ ഒക്കെ ഓർത്ത് വെക്കാം. ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാ ഒബ്ജക്റ്റീവിലും വരാം. കാരണം ഒബ്ജക്റ്റീവ് ഇപ്പോ മോഡിഫൈ ചെയ്യാൻ അത്രയും വേർഡ്സ് ഒക്കെ തന്നെ ഉള്ളൂ അല്ലെ. അപ്പോ എണ്ണം നമ്പേഴ്സ് പറയാനും ഒക്കെ ഇപ്പോ പറഞ്ഞ പോലെ 1, 2, 3 എന്ന് പറയാം. ചിലപ്പോ സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയാം. ചിലപ്പോ കുറച്ച് കൂടുതലൊക്കെയാണെന്ന് പറയുമ്പോൾ ഫ്യൂ പറയാം. കുറച്ച് എന്നൊക്കെ പറയുമ്പോ അല്ലെ മെനി പറയാം. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ആ ഹ്യൂമറിൽ വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഡെമോൺസ്ട്രേറ്റീവ് നോക്കാം. ഡെമോൺസ്ട്രേറ്റീവ് നോക്കി. Demonstrative adjective that directly indicates a person. Demonstrative adjective that directly indicates a person, thing, or few people and few things. The demonstrative adjectives words are that, those, these, this, it, here, there, and over there. മനസ്സിലായി? ഡയറക്ട്ലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ്. ഇപ്പൊ ഒരു പേഴ്സണെയോ തിങ്സിനെയോ കുറച്ച് പീപ്പിൾസിനെയോ ഡയറക്ട്ലി ഇൻഡിക്കേറ്റ് ചെയ്യും. അതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. എക്സാമ്പിൾ നോക്കി, ഗീവ് മീ ദാറ്റ് ബ്ലൂ വാട്ടർ ബോട്ടിൽ. ഗീവ് മീ ദാറ്റ് ബ്ലൂ വാട്ടർ ബോട്ടിൽ കറക്റ്റ് ആണ് മനസ്സിലായത്. എന്താ ദാറ്റ്, ഗീവ് മീ ദാറ്റ് ബ്ലൂ, ആ ബ്ലൂ കളറിലെ വാട്ടർ ബോട്ടിൽ തരും എന്നാ പറയുന്നത് ദാറ്റ് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചില്ല, പോയിന്റ് ഔട്ട് ചെയ്യാം. പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ ഡിഫിനിഷൻ വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നേ ഉള്ളൂ. കണ്ടതല്ല സീമ. ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് തന്നെ രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ദിസ് ടൈം ഐ വോണ്ട് ഫെയിൽ, ദിസ് ടൈം ഐ വോണ്ട് ഫെയിൽ കണ്ടോ, ദിസ് അതൊക്കെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് അല്ലെ. ഐ കാൻറ്റ് ഫോർഗെറ്റ് ദാറ്റ് ഇൻസിഡന്റ്, ദാറ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞില്ലേ, അതും അഡ്ജക്റ്റീവ് ആണ്. ഏതാ ഡെമോൺസ്ട്രേറ്റീവ്. പോസസീവ് നോക്കിയേ, പോസസീവ് അഡ്ജക്റ്റീവ് നോക്കിയേ. പോസസീവ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. അങ്ങനെ എന്തൊക്കെ ക്ലിയർ ചെയ്തത്, അഥവാ സപ്പോസ് അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അത് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, മാക്സിമം ഞാൻ നോക്കാറുണ്ട് ക്ലിയർ ചെയ്യാൻ. സപ്പോസ് വിട്ടു പോയാൽ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. പോസസീവ് അഡ്ജക്റ്റീവ് നോക്കിയേ. പോസസീവ് അഡ്ജക്റ്റീവ് ഈസ് placed before a noun or a pronoun in a sentence to express the ownership. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓണർഷിപ്പ് പറയുന്ന എന്ത് പോസസീവ് ആണ്. നമ്മൾ പോസസീവ് അഡ്ജക്റ്റീവ് നൗൺ പറഞ്ഞ് പഠിച്ചില്ലേ, അത് തന്നെ ഇതും സെയിം ആണ്. മൈ ഒക്കെ പറയണതൊക്കെ അതൊക്കെ നമ്മുടെ ഇല്ലേ. അപ്പൊ ഓണർഷിപ്പും പൊസിഷനും ഒക്കെ പറയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ മൈ, മൈൻ, അവർ, യുവർ ഒക്കെ നമുക്ക് പോസസീവിൽ പെടുത്താം. ഓക്കെ, അത് ക്ലിയർ അല്ലേ. Interrogative adjective നോക്കിയേ. അത് modifies a noun pronoun in order to ask question. നമ്മൾ പഠിച്ച interrogative എന്താ, ക്വസ്റ്റ്യൻ ആണ്. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. interrogative എന്ന വാക്ക് വെക്കുമ്പോൾ തന്നെ മനസ്സിലായില്ല, കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ക്വസ്റ്റ്യൻസ് ആണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടല്ലോ. ക്ലിയർ ആയില്ലേ? നോട്ട് തരുമ്പോൾ നോക്കിയാൽ മതിയില്ലേ. ഇപ്പൊ നോക്കിയാൽ വാട്ട്, വെയർബ്, ക്ലോസ് ഒക്കെ ക്വസ്റ്റ്യൻസ് അല്ലേ. അതെല്ലാം interrogative സ്പീഡ് ഓർക്കാമോ? ഓക്കെ, ഇപ്പൊ എന്താ ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ് മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലാണ് ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്നതിനാണ് ഇന്റർഗേറ്റീവ് അഡ്ജക്റ്റീവ്. അപ്പൊ വാട്ട്, ഹൂസ്, വിച്ച് അതൊക്കെ ക്വസ്റ്റ്യൻസിൽ വരുന്നത് അല്ലെ. WH നമ്മൾ നേരത്തെ പഠിച്ചിട്ട് കഴിഞ്ഞപ്പോ പ്രൊണൗൺ ഇതൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇന്റർഗേറ്റീവ് അതാണ്, ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കുക. ആസ്ക് ക്വസ്റ്റ്യൻ, ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സ്പീഡിൽ കാണിരിക്കാം. ഓക്കെ, സ്പീഡില്ല, നമുക്ക് സ്ലോയിൽ പോവാം. ഓക്കെ ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാ. ക്ലിയർ ചെയ്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത നോക്കിയ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. A distributive adjective is an adjective
that is generally used to distribute a particular group as an individual and is used with a singular noun. Okay. And each, every, either, neither, ഇതൊക്കെ നമുക്ക് distributive adjectives use ചെയ്യാം. എന്താ example നോക്കി, each of the major professional trained performer ആണ്. അപ്പൊ എന്നാലും ഒരു ഗ്രൂപ്പിലാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു ഓരോരുത്തരെന്ന് പറഞ്ഞല്ലേ, ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അല്ലേ, അങ്ങനെ ഉപയോഗിച്ചല്ലേ. അപ്പൊ എന്താ, അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഗ്രൂപ്പിനെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളാണ് പറഞ്ഞത് അല്ലെ. ഈച്ച് ഓഫ് ദ മേജർ മിസ്റ്റേക്ക് ആണ്. Each of them ഉണ്ട്, അതാണ് മിസ്റ്റേക്ക് ഉണ്ട്. Each of them is a each of them is a professionally trained performer എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തരെയും നമ്മോട് പറയുന്നുണ്ട് അല്ലെ, ഗ്രൂപ്പിനെ പറഞ്ഞാലും ഓരോരുത്തരെയും പറഞ്ഞല്ലേ, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ ടെൽ മീ എവറി സിംഗിൾ ഡീറ്റെയിൽ റിഗാർഡിംഗ് ദിസ് കേസ്. അപ്പൊ ഡീറ്റെയിൽ ആണ് വേണ്ടത്, അപ്പൊ സിംഗിൾ ഡീറ്റെയിൽ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഈ സിംഗിൾ അവിടെ യൂസ് ചെയ്തപ്പോ എന്താ, അല്ല ടെൽ മീ എവറി സിംഗിൾ അല്ലെ, എവറി സിംഗിൾ. അപ്പോഴും നമ്മൾ ഓരോന്നല്ലേ പറഞ്ഞേ, ഓരോന്നും എന്തോ റിഗാർഡ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കണേ. അപ്പൊ അതും ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ഐ വിൽ ബി ഹാപ്പി വിത്ത് ഐദർ ഡിസിഷൻ അല്ലെ, ഇതിൽ ഓരോ ഡിസിഷനും ഹാപ്പി ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഐദർ വന്നല്ലേ, ഐദർ യൂസ് ചെയ്യുമ്പോൾ എന്താ, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ബോത്ത് സിറ്റുവേഷൻസ് ആർ വെരി ടെറിബിൾ ഫോർ us. ബോത്ത്, ഈ ബോത്ത് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഓക്കെ. എന്നിട്ട് ഇപ്പോ ഈ അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? കുറച്ച് സ്പീഡ് കൂടിയോ? പറഞ്ഞോളൂ, എല്ലാരും പറഞ്ഞോളൂ, ടൈമായി പറഞ്ഞോളൂ. സ്പീഡ് കൂടിയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് ഞാനത് പറഞ്ഞുതരാവേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ടൈം ആയേ, വൈൻഡപ്പ് ചെയ്യാണേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.